ഇപ്പോൾ എന്തുകൊണ്ടാണ് ജീസസ് ദൈവമായത്? ജീസസ് ആണല്ലോ ലോകത്തെ ഏറ്റവും ഒരു ഒറ്റ ദൈവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്പർ 1 ദൈവം എന്ന് പറയുന്നത് ജീസസ് ആണ്. ജീസസിന് മിറാക്കുലസ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു. ഹാരി പോട്ടേഴ്സിനും വിസാഡിങ് ആയിട്ടുള്ള പവേഴ്സ്, മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. ഈവിൽ കിങ് വാണ്ടഡ് ടു കിൽ ഹിം ആസ് എ ബേബി. ദുഷിച്ച രാജാവ് യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹാരി പോട്ടറിൻ്റെ കഥയിലും അത് തന്നെയാണുള്ളത്. കുട്ടി എന്ന നിലയിൽ യേശുവിന് ഒളിവിൽ പോകേണ്ടി വന്നു. ഹാരി പോട്ടറിനും അത് തന്നെ ചെയ്യേണ്ടി വന്നു. ദാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന ഒരു നൊമാഡിക് ലൈഫ്, ഒരു നാടോടി ജീവിതം, അത്ര നിറഞ്ഞ ജീവിതം യേശുവിനെ നയിക്കേണ്ടി വന്നു. ഹാരി പോട്ടർക്കും അങ്ങനെ തന്നെയാണ് കഥയിൽ കാണുന്നത്. യേശു മരിച്ചു, തിരിച്ചു വന്നു. ഹാരി പോട്ടർ മരിച്ചു, തിരിച്ചു വന്നു. ബൈബിള് പലരും എഴുതി. ഹാരി പോട്ടറിനെ റോളിംഗ് എന്ന് പറയുന്ന സാഹിത്യകാരി എഴുതി. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, യേശു എന്നുള്ള ഒരു കഥാപാത്രത്തെ ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് ആളുകൾ അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് അതിന് മതം എന്ന് പറയുന്നത്. അങ്ങനെ അംഗീകരിക്കുമ്പോൾ അത് ഹാരി പോട്ടർ മാത്രമാണ്. ആക്ച്വലി ദർ ഈസ് നോ ഡിഫറൻസ്. ഗോഡ് ഈസ് ഹാരി പോട്ടർ. പക്ഷേ ഒന്ന് യാഥാർത്ഥ്യമായിട്ട്, ഫിക്ഷനെ യാഥാർത്ഥ്യമായിട്ട് എടുക്കുമ്പോൾ അത് മതമായി മാറുന്നു. ഫിക്ഷനായിട്ട് എടുക്കുമ്പോൾ അത് കോമൺ സെൻസ് ആയിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം.